വിദ്യാർത്ഥികളിലെ മാനസിക സംഘർഷം ലഘൂകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം കുറിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്ക് സുംബ നൃത്തം കടന്നു വന്നിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്നും ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ളത്, അല്ലെങ്കിൽ വളരെ കുറച്ചാണെങ്കിൽ കൂടെയും കുറച്ചെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു പ്രതിരോധ ബോധവൽക്കരണ പദ്ധതിയായിട്ട് സുംബ നൃത്തത്തെ കാണാൻ പറ്റുന്ന ഒന്നാണ്. സുംബ പോലുള്ള വ്യത്യസ്തമായ പരിപാടികൾ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സ്കൂളിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള കാലഹരണപ്പെട്ട പരിപാടികളും പദ്ധതികളും ഇന്നും സ്കൂളിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികളെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്നും മാറ്റി നിർത്തി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സുഗമമായ രീതിയിൽ ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുവാൻ ഉള്ളൊരു സാധ്യത കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. വിദ്യാർത്ഥികളെ ലഹരി വിമുക്തരാക്കുന്നതിന് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് പൊതുവിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ കണ്ടുവരുന്ന ഒന്നാണ് ബോധവൽക്കരണ ക്ലാസ്സുകൾ. നിരവധിയായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടോ പലപ്പോഴും അതിന്റെ ഒരു ഇഫക്റ്റിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, എന്നിട്ട് എന്തെങ്കിലും തരത്തിൽ ആ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഓഡിറ്റിംഗ്, ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് തന്നെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു യൂസ് എത്രത്തോളം ഉണ്ടായില്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇനി ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൂടിയും ഒരുപാട് സമയവും ഒരുപാട് എനർജിയും അതുപോലെ തന്നെ ഒരുപാട് പണവും ചെലവഴിച്ചിട്ടാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ എന്ന് തന്നെ ഞാൻ പറയും, ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്. പലപ്പോഴും ഈ ക്ലാസ്സുകളുടെ കണ്ടന്റുകൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ, അതായത് വളരെ കൺവെൻഷണലായ രീതിയിൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു സിസ്റ്റത്തെ കുറ്റം പറയുന്നതല്ല, എങ്കിലും നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രക്രിയകൾ വികസനം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. സാധാരണ രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾക്ക് പുറമെ നമ്മൾ കാണാൻ പറ്റുന്ന ഒന്നാണ് ലഹരി വിരുദ്ധ റാലികൾ, ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ മത്സരം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഈ തരത്തിലുള്ള മറ്റ് പല ക്യാമ്പയിനുകളും നമുക്ക് കാണാം. ലഹരിയുടെ ഭീകരനെ കത്തിക്കുക, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പല രീതിയിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോ സ്കൂളുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ വഴിയൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ഇതുവരെ പഠിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, എങ്കിലും നമുക്കുണ്ട് എന്നുള്ളത് തന്നെ ഒരു ആശ്വാസത്തിൽ നിൽക്കാം. അതേ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ, ഈ ബോധവൽക്കരണത്തിലൂടെ ഇമ്പാർട്ട് ചെയ്യുന്ന കണ്ടന്റ് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ പറ്റിയിട്ടാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും അല്ലെങ്കിൽ മനുഷ്യന്റെ മാനസിക തലങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് പ്രൊട്ടക്ഷൻ മോട്ടിവേഷൻ തിയറി, PMT എന്നുള്ളൊരു വളരെ പ്രശസ്തമായ ഒരു തിയറി ഉണ്ട്. അത് ഇൻഡിവിജ്വൽസ് എങ്ങനെ ഓരോ കാര്യങ്ങളിലോടും മോട്ടിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മോട്ടിവേറ്റഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ത്രെട്ട്, നമുക്കൊരു ഭീഷണി ഉണ്ടാകുമ്പോൾ ആ ഭീഷണിയിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ മോട്ടിവേഷൻ തിയറി നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് മോട്ടിവേഷൻ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലഭിക്കുന്ന മോട്ടിവേഷൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രൊട്ടക്ഷനെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതായത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ലഹരിയുടെ പ്രശ്നത്തെ ഞാൻ കുറച്ച് പറയുന്നതല്ല, അങ്ങനെ അല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം വളരെ എക്സാജറേറ്റഡ് ആയിട്ട്, വളരെ അതിശയോക്തിപരമായിട്ട്, അതായത് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഹരിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ വിപത്തുകൾ ഉണ്ടാക്കും എന്നുള്ള തരത്തിലുള്ള ഒരു വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. പലപ്പോഴും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നൃത്തശില്പങ്ങൾ, വളരെ വലിയ സംഗീത നാടകങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ഏകപാത്ര നാടകങ്ങൾ, വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള വളരെ അതിശയോക്തി കലർന്ന രീതിയിലാണ് നമ്മുടെ മുമ്പിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കണ്ടന്റുകൾ നമ്മുടെ ഈ ക്ലാസ് റൂമുകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ, എക്സാജറേറ്റഡ് ആയിട്ട് അതിശയോക്തി കലർന്ന കണ്ടന്റുകൾ അവതരിപ്പിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് നമ്മുടെ മനസ്സ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ മോട്ടിവേഷൻ തിയറി പ്രകാരം പറയുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ത്രെട്ട് അപ്രൈസൽ എന്ന് പറയും. അതായത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ത്രെട്ടിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ലഹരി വിരുദ്ധ ക്ലാസ്സിൽ നമുക്ക് ലഹരി എന്നുള്ളൊരു ഭീഷണി നമുക്ക് പുറകെ ഉണ്ട് എന്നുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ കാണും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ അതിനെ അസസ് ചെയ്യുന്നത്, ഈ ഒരു ത്രെട്ടിന്റെ സിവിയറിറ്റി, അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം വലുതാണ് ഈ ലഹരിയുടെ ഭീഷണി എന്നുള്ളത് ഈ കുട്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുകയും
നമ്മളെ അത് ബാധിച്ചേക്കാം എന്നുള്ള ഒരു പേടിയിൽ നിന്ന് നമ്മൾ അതിൽ നിന്നും ഈ ലഹരിയിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അതാണ് ത്രെട്ട് അപ്രൈസൽ എന്നുള്ള സാധനം കൊണ്ട് വ്യക്തമാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു രീതി, പ്രൊട്ടക്ഷൻ മോട്ടിവേഷൻ തിയറിയുടെ രണ്ടാമത്തെ രീതി, അതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, കോപ്പിംഗ് അപ്രൈസൽ എന്നുള്ളതാണ്. അതായത് ഈ ഒരു ത്രെട്ടിനെ എങ്ങനെ നമ്മൾക്ക് കോപ്പപ്പ് ചെയ്ത് പോവാം, ഈ ഒരു ത്രെട്ടിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം, ഈ ഒരു ത്രെട്ടുമായിട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ത്രെട്ടിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ എങ്ങനെ കൺസിഡർ ചെയ്ത് എങ്ങനെ നമുക്കൊരു ധൈര്യം സംഭരിച്ച് ലഹരിയെ എങ്ങനെ നമുക്ക് ലഹരിയും നമ്മുടെ ജീവിതത്തിന്റെ കൂടെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ള തരത്തിലുള്ള ഒരു ലഹരിയെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടാം, ഇനിയിപ്പോൾ എങ്ങനെ നേരിടാം എന്ന് കഴിഞ്ഞാൽ ലഹരിയോട് കൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ലഹരി വന്നാലും നമുക്ക് ലഹരി ഉപയോഗിച്ചാൽ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതൊക്കെയാണ് ഈ രണ്ടാമത്തെ കോപ്പിംഗ് അപ്രൈസലിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കോപ്പിംഗ് അപ്രൈസലിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പൊ പലപ്പോഴും നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ നമ്മുടെ മുമ്പിൽ എത്തുന്ന കണ്ടന്റുകൾ പലപ്പോഴും എക്സാജറേറ്റഡ് ആയതുകൊണ്ട്, വളരെ അതിശയോക്തി കലർന്നതായതുകൊണ്ട് തന്നെ പലപ്പോഴും വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് അതൊരു ഭീഷണി അല്ലാത്ത രീതിയിൽ അവരുടെ മനസ്സിലേക്ക് എത്തും. കാരണം അവർക്ക് തന്നെ ഒരു ബോധമുണ്ട്, ഈ ക്ലാസ് എടുക്കാൻ, അതായത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന ക്ലാസ്സിൽ പറയുന്ന അത്ര വലിയ തീവ്രമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ലഹരി. കാരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചുറ്റുപാടും ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ലല്ലോ, അവരുടെ ഒന്നും ജീവിതം താറുമാറാവുന്നില്ലല്ലോ എന്ന് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അവർ ചിലപ്പോൾ അവരുടെ നടത്തുകയും ഈ പറഞ്ഞ കോപ്പിംഗ് അപ്രൈസലിലേക്ക് പോകും. അതായത് ഈ ഒരു ത്രെട്ടിനെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ജീവിക്കാം, അങ്ങനെ നമ്മൾ ഇതിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് വരും. ആ ഒരു ഭയം ഇല്ലാതാവും. ഭയത്തിനപ്പുറത്തേക്ക് നമുക്ക് അതുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ ലഹരിയെ പേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ബോധവൽക്കരണം ത്രെട്ട് അപ്രൈസൽ പ്രകാരം അല്ലെങ്കിൽ ത്രെട്ട് അപ്രൈസൽ പ്രകാരം നമ്മൾ ലഹരിയുടെ ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കുകയെങ്കിലും കോപ്പിംഗ് അപ്രൈസലാണ് നമുക്ക് ബാധിക്കുന്നതെങ്കിൽ ആ പ്രശ്നം നമുക്ക് വലിയൊരു പ്രശ്നമല്ല, ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ സാധാരണമാണെന്നുള്ള രീതിയിലേക്ക് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ, വിദ്യാർത്ഥികൾ തന്നെ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ലഹരി, പ്രത്യേകിച്ചും സിഗരറ്റ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എവിടുന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട പരിസരങ്ങളിലൊക്കെയാണ്. പക്ഷെ തിയേറ്ററിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലഹരി ബോധവൽക്കരണ പദ്ധതി നമ്മൾ കാണിക്കുന്നത് തന്നെ വളരെ എക്സാജറേറ്റഡ് ആയിട്ടാണ്. അതിന്റെ യാഥാർത്ഥ്യമല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ ഒരു പ്രശ്നത്തെ അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ അതിതീവ്രമായ രീതിയിൽ അവതരിപ്പിക്കും. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ആ ഒരു യാഥാർത്ഥ്യം കുട്ടികളെ ജനറലൈസ് ചെയ്യുമ്പോൾ, നിത്യജീവിതത്തിലേക്ക് പോകുമ്പോൾ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയുമ്പോൾ അത് അതിന്റെ യാഥാർത്ഥ്യത്തെ ഒന്നും കൂടെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിശയോക്തി ഉണ്ട് അവിടെ അതിൽ. അപ്പോൾ ആ ഒരു അതിശയോക്തിയാണ് എന്നുള്ളതും ഇത് റിയാലിറ്റി അല്ല എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മനസ്സിലാക്കലുകളുടെ മുമ്പിലൂടെ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലഹരി വിമുക്ത ക്ലാസ്സിലൂടെ, അല്ലെങ്കിൽ ഒരു നൃത്തശില്പം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഗീതമായിട്ടുള്ള ഒരു ലഹരിക്കെതിരെയുള്ള ഗ്രൂപ്പ് സോങ് കാണുമ്പോൾ, അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള ഒരു റാലി കാണുമ്പോൾ, ലഹരിക്കെതിരെയുള്ള ഒരു പോസ്റ്റർ രചന ക്യാമ്പയിൻ ഒക്കെ കാണുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് എത്തുന്നത് സാധാരണമായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതല്ല, പകരം ഇതൊരു എക്സാജറേറ്റഡ് ആണ്, ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം അവർ സമൂഹത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നില്ല. ലഹരി ഒരു വളരെ ഭീകരനായിട്ട് അവതരിപ്പിക്കുന്നു, പുറത്തേക്ക് എത്തുമ്പോൾ ആ ഒരു ഭീകരത അവർ കാണുന്നില്ല എന്നുള്ള ഒരു വൈരുദ്ധ്യം അവിടെയുണ്ട്. ഞാൻ അതിന്റെ ഇമ്പാക്റ്റിനെ ഒരിക്കലും കുറച്ച് കാണിക്കുന്നതല്ല, കുട്ടികൾ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ ഒരു എല്ലാ ക്ലാസ്സുകളും, ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം തുടങ്ങുന്ന തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. എന്താണ്, നമ്മുടെ സമൂഹം ഓരോ സമയം വൈകുന്തോറും, നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുപാട് ചതിക്കുഴികളിലേക്കാണ് വീണു പോകുന്നത്. ഇപ്പൊ തന്നെ എക്സൈസ് വകുപ്പിന്റെ ഒരു വീഡിയോ കണ്ടു. എന്താണ്, നമ്മൾ ആരോടും ലിഫ്റ്റ് ചോദിക്കരുത് എന്നുള്ളത്. നമുക്ക് ഒരു വിദ്യാർത്ഥിയെ ആരോടും ലിഫ്റ്റ് ചോദിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നിർത്തിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മുടെ വണ്ടിയിലും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലിഫ്റ്റ് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ എന്താണ്, ആ തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നടത്തുമ്പോൾ അവിടെ ഒരു എക്സാജറേഷൻ ആണ്. കാരണം ലിഫ്റ്റ് ചോദിക്കുന്നതിലൂടെ മാത്രമല്ല ലഹരി ഉപയോഗം വളരുന്നത്. പക്ഷെ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ലഹരി ഉപയോഗത്തിന്റെ ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടാവും ചില കേസുകളിലൊക്കെ. പക്ഷെ അതിന് നമ്മൾ അതിശയോക്തിപരമായിട്ട് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് അതിനെ കാൽപ്പനികമാക്കി, അല്ലെങ്കിൽ അതിനെ അതിശയോക്തി കലർത്തി പറയുമ്പോൾ ആ തരത്തിലുള്ള മോട്ടിവേഷനുകളെ എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി പ്രകാരം കുട്ടികൾക്ക്, പ്രൊട്ടക്ഷൻ മോട്ടിവേഷൻ തിയറി പ്രകാരം കുട്ടികൾക്ക് അതൊരു ത്രെട്ടായിട്ട് തോന്നുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒട്ടും ഇഫക്റ്റീവ് ആകുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒട്ടും ഇഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ളതോടൊപ്പം തന്നെ എന്താണ്, വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയേക്കാം, അതിനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ
ഇതിന്റെ ഒരു വ്യാപ്തി വളരെ കൂടുതലാക്കി പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു സിനിക്കായിട്ടുള്ള സംശയാത്മകമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. തിയേറ്ററിൽ കാണുന്ന അതേ പരസ്യം പോലെ തന്നെയാണ് ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഈ ബോധവൽക്കരണ ക്ലാസ്സുകളെയും അവർ കാണുന്നത്. അവർ കേൾക്കുന്നു, അത് പുറത്തേക്ക് തള്ളി കളയുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണുന്നത്. അപ്പോൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ പോലെ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും. നമ്മൾ എപ്പോഴും കാണുന്ന പലതരത്തിലുള്ള ലഹരി വിരുദ്ധ റാലികള്, പോസ്റ്റർ രചനാ മത്സരങ്ങള്, ഇപ്രാവശ്യം ഉണ്ടായിരുന്ന ലഹരി വിരുദ്ധ ഒരു നൃത്തശില്പം, ഒരു കല എന്നുള്ള തലത്തിൽ അതൊക്കെ മഹത്തരമായ ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അതിനു വേണ്ടി ഉണ്ടാക്കുന്ന പാട്ടുകൾ, അതൊക്കെ വളരെ നല്ല ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ നല്ല തന്നെയാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ജെൻസി, ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ബോധവൽക്കരണം അല്ലെങ്കിൽ അവയർനെസ് എന്നുള്ള രീതിയിൽ അവരത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉൾക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെലവാക്കുന്ന സമയവും അതിനുവേണ്ടി ചെലവാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ മാത്രമല്ല മറ്റു വകുപ്പുകൾ, പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതൊക്കെ പാഴായി പോകുന്ന ഒന്നാവുന്നില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഈ ബോധവൽക്കരണത്തിലൂടെ അല്ലാതെ ഈ ഒരു സംഗതിയെ മാറ്റി നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും നമ്മൾ ഒരു പൊതുവിൽ ഈ ഒരു ജനറേഷനിലെ കുട്ടികളെ നല്ല ആരെയും നമുക്ക് ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്, ഈ ബോധവൽക്കരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ അതിശയോക്തി കലർന്ന ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പകരം ഇഫക്റ്റീവ് ആയിട്ടുള്ള, പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ടുള്ള പദ്ധതികളാണ് വരേണ്ടത് സുംബ പോലുള്ള. കാരണം സുംബ ഒരിക്കലും ഒരു ക്ലാസ് അല്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലൂടെ അവരെ അവിടെ പിടിച്ചിരുത്തി അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഒരു 100 ആളുടെ മുമ്പിൽ ഒരു ആള് ക്ലാസ് എടുത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഏറ്റവും മികച്ചത് മറ്റ് വഴികളിലൂടെ ലഹരിയെ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒരാൾ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമുക്ക് അയാളോട് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനേക്കാളും അയാൾ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, കുട്ടികൾ പലപ്പോഴും സ്കൂൾ സമയത്തിന് ശേഷം പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ലഹരി ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമുക്കൊരു മോണിറ്ററിങ്ങിന് വിധേയമാവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് കൂടുതൽ ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കണം. നമ്മുടെ ചില കടകളിൽ നിന്ന് നമുക്ക് ഇപ്പോഴും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സിഗരറ്റ് പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പിന്നെ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരും പലപ്പോഴും രാത്രി കാലങ്ങളിൽ പല തരത്തിലുള്ള ആവശ്യങ്ങൾക്കായി അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ കൂടിയും പലതരത്തിലുള്ള വളരെ മോശം രീതിയിലുള്ള ഗ്യാതറിംഗ് പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഈ ഒരു വിഷയത്തെ വളരെ ക്രിയാത്മകമായിട്ടാണ് നമ്മൾ ഇടപെടേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി പറ്റൂ. പിന്നെ വീണ്ടും ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ കുറെ എണ്ണം ബോധവൽക്കരണ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഓരോ മാസത്തിലും ഓരോ ബോധവൽക്കരണം, വർഷത്തിലൊരിക്കൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയത് കൊണ്ട് അധ്യാപകർ എന്നുള്ള തരത്തിലോ, അല്ലെങ്കിൽ പൊതുസമൂഹം എന്നുള്ള തരത്തിലോ, അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്നുള്ള തരത്തിലോ, രക്ഷിതാവ് എന്നുള്ള തരത്തിലോ നമ്മൾ ഉത്തരവാദിത്തം അവിടെ തീരുന്നില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ സംതൃപ്തരാവരുത്. പകരം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ എങ്ങനെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അപ്പൊ 2 കാര്യങ്ങളും ഉണ്ടാവാൻ ലഹരിയിലേക്ക് എത്തുന്നത്. ഒന്ന്, അവന്റെ ഒരു പ്ലഷർ സീക്കിംഗ്, ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ഏതെങ്കിലും വിഷമങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം കുട്ടികൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ കുട്ടികൾക്ക് ഒരു വെൽ ബീയിങ്ങും ഒരു പോസിറ്റീവ് ഹ്യൂമൻ ഫംഗ്ഷനിങ്ങും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികൾ, ഇതുപോലെ സുംബ പോലുള്ള പദ്ധതികൾ ഇനിയും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബോധവൽക്കരണ പദ്ധതികളെക്കാളും ക്ലാസ്സുകളെക്കാളും എങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കാം. അതുപോലെ വളരെ നല്ല പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള അവരുടെ മാനസിക നിലയെയും അംഗീകരിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളിലൂടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അവർക്ക് നല്ല ലൈഫ് സ്കിൽ ഉണ്ടാക്കണം. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയെ അല്ലെങ്കിൽ ലഹരി പോലെ തന്നെ മറ്റെല്ലാ മോശം കാര്യങ്ങളെയും വിദ്യാർത്ഥി ദൂരെ നിർത്തണമെങ്കിൽ അവൻ ആ ഒരു റെഫ്യൂസൽ എന്നുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. ഒരു കാര്യത്തിനോട് നോ പറയാനുള്ള, എതിർക്കാനുള്ള. അതാരെല്ലാം ഉണ്ടാവുന്നത് നല്ലൊരു ലൈഫ് സ്കില്ലിന്റെ പഠനം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്കില്ല് സപ്പോർട്ട് കിട്ടുന്ന ഒരു കുട്ടിക്കാണ്. അപ്പൊ എങ്ങനെ കുട്ടികൾക്ക് നല്ല തരത്തിൽ ലൈഫ് സ്കില്ല് കൊടുക്കാമെന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ മാനസിക ആരോഗ്യത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നല്ല കാര്യങ്ങൾ, കൂടുതൽ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ സ്കൂളുകൾ മാറണം. അതുപോലെ തന്നെ ഈ സുംബ പോലുള്ള കൂടുതൽ എൻഗേജിംഗ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സുകൾ നമുക്ക് ഉണ്ടാവണം. കൂടുതൽ കുട്ടികളെ പ്ലേ ഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെ ആർട്സ് പോലുള്ള മറ്റ് കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക്, കൂടുതൽ ലീഡർഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക്. മോറോവർ ഏറ്റവും നല്ല കാര്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഈ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ, വിദ്യാഭ്യാസ വകുപ്പിന്റെയും അതുപോലെ എക്സൈസ് മറ്റ് വകുപ്പുകളുടെ ഒക്കെ
കൊളാബറേഷനിലൂടെ നമുക്കൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നുള്ള ഒരു പദ്ധതിയും കൂടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ വിദ്യാർത്ഥികളുടെ മെന്റേഴ്സ് ആവുക, റോൾ മോഡലുകളായിട്ട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെയൊക്കെ എങ്ങനെ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയികളായിട്ടുള്ള, ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിട്ടിട്ട് ലഹരിയുടെ ഉപയോഗമില്ലാതെ തന്നെ ജീവിതം നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരെ മെന്റർമാരാക്കി എല്ലാവരിലേക്കും ഇൻഡിവിജ്വൽ ആയിട്ട് എങ്ങനെ ഇറങ്ങി ചെല്ലാനുള്ള പദ്ധതികളാണ് കൂടുതൽ നമ്മൾ രൂപീകരിക്കേണ്ടത്. അതായത് ഇപ്പോൾ നടക്കുന്ന ഒരു ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് മാറി ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള പദ്ധതികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത്തരത്തിലുള്ള പദ്ധതികളുടെ ഒരു തുടക്കമായിട്ട് നമുക്ക് ഈ സുംബ പോലുള്ള വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പദ്ധതികളെ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോധവൽക്കരണ ക്ലാസ്സുകളെ നമുക്ക് ഇനി ഏത് തരത്തിൽ നടത്തണം എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവരും കൂടുതൽ അഭിപ്രായങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കുട്ടികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് റൂമിൽ 100 ആളെ ഇരുത്തി ക്ലാസ് എടുക്കുന്നതിനേക്കാളും പകരം എങ്ങനെ ക്രിയാത്മകമായിട്ട് നമുക്ക് ലഹരിയുടെ വിപത്തിനെ ചെറുക്കാൻ പറ്റും എന്നുള്ള ഒരു പദ്ധതികളാണ് നമ്മൾ ഇനി രൂപീകരിക്കേണ്ടത്. അതിനുള്ള അഭിപ്രായങ്ങൾ നമുക്ക് പങ്കുവെക്കാവുന്നതാണ്. നന്ദി.